Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പോക്കോ X3 Pro എന്ന ഫോണിനെ കുറിച്ചും പോക്കോ F3 എന്ന ഫോണിനെ കുറിച്ചുമാണ്. ഇത് രണ്ടും ഗ്ലോബലി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, നമുക്കറിയാം. ഇതിന്റെ ഗ്ലോബൽ ലോഞ്ച് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയാലോ. അപ്പൊ എന്താണ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മാത്രമാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് പറയാം. മേജർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. പോക്കോ X3 എന്ന ഫോൺ നമുക്ക് അറിയാം. അത്യാവശ്യം നല്ല വെയിറ്റും ഹൈറ്റൊക്കെ ഉള്ള ഒരു നല്ല ഫോണാണ്. നല്ല ഫോണാണത്. ആക്ച്വലി നല്ല ഫോൺ തന്നെയാണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും 64 മെഗാ പിക്സൽ ക്യാമറ, അതേപോലെ സ്നാപ്ഡ്രാഗൺ 732G പ്രോസസർ, 6000 mAh ബാറ്ററി. ഓവറോൾ ഒരു കിഡിലം ഫോണാണ്, ഒരു സംശയമില്ല. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. വെയിറ്റ് ഒഴികെ ബാക്കി എല്ലാം ആ ഒരു ഫോണിന്റെ കാര്യത്തിൽ ഫുൾ തംസപ്പ് ആണ്. ഞാൻ എടുത്ത് റിവ്യൂ ചെയ്ത ആ ഒരു ഫോൺ ഇപ്പോഴും എന്റെ അനിയത്തി ആദിത്യ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും അയാളെ. ആദിത്യ സർക്കാർ എന്നുള്ള ചാനലിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അവൾ ഇപ്പോഴും അത് നൈസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോണിന്റെ അടുത്ത ഒരു വേർഷൻ എന്ന് പറയാം, അതാണ് പോക്കോ X3 Pro. ഇവിടെ ചിലത് കുറച്ചിട്ട് ചിലത് കൂട്ടിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ളത് തന്നെയാണ് കൂട്ടിയിരിക്കുന്നത്. അത്യാവശ്യമുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ കുറച്ചിട്ടുമുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. 6000 mAh ബാറ്ററിയിൽ നിന്ന് മാറ്റിയിട്ട് 5160 mAh ബാറ്ററി ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ബാറ്ററി സ്വല്പം കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്തിരി വെയിറ്റ് കുറയുമെങ്കിൽ അത് നല്ലതല്ലേ. 64 മെഗാ പിക്സൽ ക്യാമറ മാറ്റിയിട്ട് 48 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. ക്യാമറ മെഗാ പിക്സൽ കൂടുതലുള്ളതാണ് കുറച്ചുകൂടി നല്ലതല്ലേ. പക്ഷെ കുഴപ്പമില്ല, ഇത് കുറയ്ക്കുമ്പോൾ അവരെന്തൊക്കെയാണ് ഈ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങളാണ് പറയണേ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു നല്ല കാര്യം അവർ കൂട്ടിയിട്ടുണ്ട്. പ്രോസസർ സ്നാപ്ഡ്രാഗൺ 732G എന്നുള്ളതിൽ നിന്നും സ്നാപ്ഡ്രാഗൺ 860 എന്ന് പറയുന്ന ഒരു കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ പ്രൈസ് വല്ലാതെ കൂടിയെന്ന് വിചാരിക്കേണ്ട, അതും ഇവർ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എക്സാക്ട്ലി പോക്കോ S3 എന്ന ഫോണിനെ അപേക്ഷിച്ച് പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ പോക്കോ S3 ഗ്ലോബലി ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ, അത് NFC വേരിയന്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു ഏകദേശം 23,000 രൂപ റേഞ്ചിലായിരുന്നു. പക്ഷെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 21,500 അല്ലെങ്കിൽ 22,000 രൂപ താഴെയാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പോക്കോ X3 NFC-യേക്കാൾ പ്രൈസ് കുറച്ചുകൊണ്ടാണ് ഈ പറയുന്ന X3 Pro വേരിയന്റ് അവർ ഇറക്കിയിരിക്കുന്നത്. സോ ക്യാമറയും ബാറ്ററിയും പ്രൈസും കുറച്ചിട്ട് കൂടിയ ഒരു നല്ല പവർഫുൾ ആയ പ്രൊസസ്സറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. സോ ഫൈനലി ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിയുമ്പോൾ എനിക്ക് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സ്പെക് വൈസ് ഇത് നമുക്ക് കിട്ടി, നമ്മുടെ യൂസ് ചെയ്ത് വരുമ്പോഴുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല. പക്ഷെ ഇത് യൂസേജിലും പ്രശ്നം ഒന്നും വരാൻ വഴിയില്ല. കാരണം സ്നാപ്ഡ്രാഗൺ 860 ഒപ്പം ഇതിൽ വരുന്ന UFS 3.1 എന്ന് പറയുന്ന ഫാസ്റ്റസ്റ്റ് ആയ സ്റ്റോറേജ് സംവിധാനമാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസിൽ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവാൻ വഴിയില്ല. നല്ല പെർഫോമൻസ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിട്ട് ഇത് മാറുക തന്നെ ചെയ്യും. 20,000 താഴെയാണ് വരുന്നതെങ്കിൽ, കാരണം ഈ പ്രൈസ് പോക്കോ S3-യേക്കാൾ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 20,000 താഴെ വരികയാണെങ്കിൽ ഒരു അടിപൊളി ഓപ്ഷനാണ്. പോക്കോ F1 ശേഷം X3 Pro തന്നെയാണ് താരം. പക്ഷെ എങ്കിലും നമ്മൾ AMOLED ഡിസ്പ്ലേയും കൂടിയ 108 മെഗാ പിക്സലും 5G ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട. 20,000 താഴെ ഇത് തന്നെ അത്യാവശ്യം നല്ലൊരു സംവിധാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോക്കോ S3 Proയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതിന്റെ ഒപ്പം മറ്റൊന്നുകൂടി ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പോക്കോ F3. X3 Proയും F3യും ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. F3 ഇത്തിരി വ്യത്യസ്തമായ പുള്ളിയാണ്. എന്താണ് അതിന്റെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറയുന്ന 5G പ്രോസസർ തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. സോ ഇതൊരു 5G ഫോണാണ്. അപ്പൊ തന്നെ നമുക്ക് അത് ഇത്തിരി അഡ്വാൻസ്ഡ് ആണ്. അതിന്റെ പ്രൈസും ഇത്തിരി കൂടുമെന്നറിയാം. കൂടിയ പവറുള്ള പ്രോസസർ, 5G പ്രോസസർ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് എഡ്ജ് പോലുള്ള ഫോണുകളുമായിട്ട്, അതായത് മോട്ടോറോളയുടെ എഡ്ജ് ഒരു നല്ല ഫോൺ വരുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിന്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്യാൻ തരത്തിലാണ് ഈ ഒരു ഫോണിന്റെ വരവ്, പോക്കോ F3യുടെ വരവ്. അപ്പൊ സ്നാപ്ഡ്രാഗൺ 870 അതിന്റെ ഒപ്പം 5G സപ്പോർട്ട് ചെയ്യുന്നു. 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ, 1300 നിറ്റ് ബ്രൈറ്റ്നസോടുകൂടി HDR10 സപ്പോർട്ട് ചെയ്യുന്ന 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെയുള്ള ഒരു കിഡിലൻ ഡിസ്പ്ലേ. ആ ഒരു ലെവലിലെ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. അതിന് വേറെ ഒന്നും കുറവ് പറയാനില്ല. കാരണം കർവ്ഡ് എഡ്ജ് അല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഈ ഒരു പ്രൈസിന് ഇത് ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ്. അതിന്റെ ഒപ്പം ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. NFC സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഓവറോൾ ഡിസൈൻ ഡിസ്പ്ലേ അടിപൊളി ലെവലിലാണ്. ഇതിന്റെ ഡിസൈൻ ഇത്തിരി വ്യത്യസ്തവുമാണ്. നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഡിസൈനാണ്. പോക്കോ S3 Pro എന്ന് പറയുന്നത് എക്സാക്ട്ലി X3യുടെ ഡിസൈൻ തന്നെയാണ്. വേറെ വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ബട്ട് F3 എന്ന് പറയുന്നത് എൻ്റയർലി ഒരു ഡിഫറന്റ് ആയ പുതിയ ഡിസൈനിലാണ്. Mi11 അങ്ങനെ ഒരുപാട് റെഡ്മി നോട്ട് 10 സീരീസ് അതിന്റെയൊക്കെ ഒരു സ്റ്റൈലുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. അപ്പൊ ഡിസൈൻ വൈസും ഡിസ്പ്ലേ വൈസും എല്ലാം കൊണ്ടും ഇതൊരു ടോപ്പ് ക്വാളിറ്റിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ടോപ്പ് ക്വാളിറ്റിയാണ്. ഇതിന്റെ ബാറ്ററി വരുന്നത് 4520 mAh ആണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് വരുന്നത്. പോക്കോ X3 Proയിലായാലും ശരി, F3യിലായാലും ശരി 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് തന്നെ ഇവർ കൊടുത്തിട്ടുള്ള. കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് സംവിധാനമൊന്നും കൊടുത്തിട്ടില്ല. ബട്ട് കൂടിയ ഫാസ്റ്റ് ചാർജിങ് ഇല്ലെങ്കിൽ പോലും
ഈ ഒരു 4520 ബാറ്ററി വെച്ചിട്ട് അവർ കാര്യം ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സ്ലിം ആയ ഒരു ഫോണാക്കി മാറ്റിയിട്ടുണ്ട്. 7.8 ആണ് ഇതിന്റെ സ്ലിം ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. 196 ഗ്രാമാണ് വെയിറ്റ്. സോ ഹെവി വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ലിം ആയ നമുക്ക് യൂസ് ചെയ്യാൻ ഹാൻഡി ആയ ഒരു ഫോണായിട്ട് കൂടിയാണ് ഇവർ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ക്യാമറ സെക്ഷൻ ആണെങ്കിൽ 48 മെഗാ പിക്സൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയും 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഓവറോൾ ഇതിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. സോ ഫൈനലി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫോണാണെങ്കിലും ഒരു ഡീസന്റ് ആയ സെറ്റപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദമായിട്ട് കൃത്യമായ പ്രൈസ് അടക്കം നമുക്ക് വരുന്ന 30-ാം തീയതി അറിയാൻ സാധിക്കും. അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. എന്തായാലും ഇറങ്ങിയിട്ടുള്ള രണ്ട് കിടിലൻ സംഭവങ്ങൾ പോക്കോയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും അതായത് പ്രൈസ് സെഗ്മെന്റുകളിൽ പതിവ് പോലെ തന്നെ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എത്ര രൂപയ്ക്ക്? ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കണ്ടുമുട്ടാം.